മല്ലി പോലീസിനെ കണ്ട് ഒന്ന് ഞെട്ടി പിറകിലേക്ക് പോയി. ദുർഗ എന്താ എന്നെ കണ്ട് പേടിച്ചു പോയോ? ഞാൻ എന്നെ എങ്ങനെ? ദുർഗ വാസുദേവനല്ലേ? ആ അതെ, വാസുദേവൻ്റെയും രാധയുടെയും 3 മക്കളിൽ മൂത്തവൾ. വാടാമല്ലിപ്പൂക്കളോട് ഇഷ്ടം കാണും മല്ലി എന്ന് വിളിപ്പേര് കിട്ടിയവൾ. അച്ഛൻ്റെ ഓമനപുത്രി. ഇനിയും അറിയണോ ദുർഗയെ പറ്റി? പറയാം. അച്ഛൻ വാസുദേവൻ നാരായണൻ എന്ന് പറയുന്ന കൊള്ളപ്പലിശക്കാരൻ്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങി. വാസുദേവൻ കിടപ്പിലായപ്പോൾ പണം മുതലാക്കാൻ അയാളുടെ ഭാര്യയെ നാരായണൻ നോട്ടമിട്ടിരുന്നു. എന്നാൽ യാദൃശികമായിട്ട് മൂത്ത മകളെ കാണുന്ന നാരായണൻ അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് മകളെ തനിക്ക് വിവാഹം ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ അവൾക്ക് താഴെയുള്ള അനിയത്തിമാരെ അയാൾ കൊണ്ടുപോകുമെന്ന് അമ്മയെ രാധയെ ഭീഷണിപ്പെടുത്തി. അമ്മയുടെയും അമ്മാവന്മാരുടെയും നിർബന്ധത്തിന് വഴങ്ങി നിവർത്തിയേടുകൊണ്ട് അവൾക്ക് കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നു. ആ കിളവൻ്റെ കുരുക്ക് കഴുത്തിൽ വീഴുന്നതിന് തൊട്ടു മുൻപ് വരെ അവൾ പ്രതീക്ഷയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. എവിടുന്ന് അവരും കൈവിട്ടു. അയാളുടെ കൊലക്കയറിന് മുന്നിൽ അവൾക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നു. അവിടുന്ന് അവളെ അയാൾ മറ്റൊരാളെ തട്ടിച്ചുണ്ടാക്കിയെടുത്ത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവൾക്ക് കൂട്ടായിരുന്നത് ആ വീടിൻ്റെ ഉടമസ്ഥയായ ഗീത എന്നൊരു സ്ത്രീയായിരുന്നു. അവർ അവളെ സ്വന്തം മകൾ തുളസിയെ പോലെ കണ്ടു. എന്നാൽ അവരും അവിടെ നിസ്സഹരായിരുന്നു. അയാളെ പേടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ ആ പാവം പെൺകുട്ടിയെ കാത്തിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു. അയാൾക്ക് വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് അവളുടെ കൺമുന്നിൽ വെച്ച മറ്റ് 2 പെൺകുട്ടികളുമായി അയാൾ കൂത്താടി. അവളെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങിയതും അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടി. നേരെ പോയി പെട്ടത് നാരായണൻ്റെ ഡ്രൈവറായ ഉണ്ണിയുടെ കയ്യിൽ. അവൻ അവിടെ അപ്പുറത്തുള്ള ഗീതയുടെ വീട്ടിലെത്തിക്കുന്നു. അവൾ അവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ നാരായണൻ ഉണ്ണിയെയും ഗീതയും ഭീഷണിപ്പെടുത്തുന്നു. തന്നെ രക്ഷിച്ചതിൻ്റെ പേരിൽ അവർക്കും കുടുംബത്തിനും ഒന്നും സംഭവിക്കരുതെന്നും കരുതി അവൾ അയാൾക്കടുത്തേക്ക് തന്നെ തിരികെ പോയി. ഒന്നിനും വഴങ്ങുന്നില്ലെന്ന് കണ്ട അയാൾ പോലീസുകാരനായ കൂട്ടുകാരനെ വിളിച്ചു വരുത്തുന്നു. അയാൾ ഒരു വേട്ടമൃഗത്തിനെ കയ്യിൽ കിട്ടിയതുപോലെ അന്ന് രാത്രി അവളെ പീച്ച് ചീന്തി കൊല്ലുന്നു. അവൾ മരിച്ചെന്ന് കരുതി ഉണ്ണിയെ വിളിച്ചു വരുത്തുന്നു. അവർ പറയും പോലെ കേട്ടില്ലെങ്കിൽ അവനാണ് ഇത് ചെയ്തതെന്ന് നാളെ എല്ലാവരെയും അറിയിക്കുമെന്നും അവനെ അകത്താക്കി അവൻ്റെ അനുജത്തിയെ അയാൾ കൊണ്ടുപോകുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. നിവൃത്തിക്കേടുകൊണ്ട് ആ ചെറുപ്പക്കാരന് അവർ പറയുന്നത് അനുസരിക്കേണ്ടി വന്നു. രാഘവൻ അയാളുടെ പരിചയത്തിലുള്ള ആംബുലൻസ് ഡ്രൈവറായ അനീഷിനെ വിളിച്ചു വരുത്തി മറ്റൊരാളുടെ ബോഡിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ദഹിപ്പിക്കാനായി കൊടുത്തുവിടുന്നു. എന്നാൽ വിധി അവിടെ മറ്റൊന്നായിരുന്നു. മരിച്ചെന്ന് കരുതിയ ബോഡിയിൽ ജീവന്റെ തുടുപ്പുകൾ കണ്ട അവൻ അവളെ രക്ഷപ്പെടുത്തുന്നു. രക്ഷിച്ച അവളെ പകുതി വഴിക്ക് ഉപേക്ഷിച്ചു പോകാൻ അവന് മനസ്സ് വന്നില്ല. കൂട്ടുകാരൻ കിരൺ കാണിച്ചൊരു തമാശയിൽ അവളെ അവന് ഭാര്യയെ അമ്മയ്ക്ക് മുന്നിൽ താലി കെട്ടി സ്വീകരിക്കേണ്ടി വരുന്നു. എന്നാൽ ആദ്യ മാത്രയിൽ തന്നെ അവളോട് എന്തൊരു അനുകമ്പ തോന്നിയിരുന്നു അവന്. അവളോടതൊരു പ്രണയമായി മനസ്സിൽ പൂത്തലഞ്ഞു. അവനത് അവളോട് തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ അവളത് നിഷ്കരണം തള്ളിക്കളഞ്ഞു. മറ്റൊരു പുരുഷനാൽ കളങ്കപ്പെട്ട അവളുടെ ശരീരം ആ പാവം ചെറുപ്പക്കാരൻ്റെ തലയിൽ കെട്ടിവെക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ്റെ അമ്മയ്ക്ക് മുന്നിൽ ഭാര്യയെ തന്നെ അഭിനയിക്കണമെന്ന് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് അവർ തകർത്ത് അഭിനയിച്ചു. ഇടയ്ക്ക് സഹോദരനെ പോലെ കണ്ട ഉണ്ണിയെ കണ്ടെത്തി അവൾക്ക് മുന്നിൽ അവൻ എത്തിക്കുന്നു. എന്നാൽ വിധി അവിടെയും മറ്റൊന്നായിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവൾക്ക് അവനോടും ഒരു പ്രണയമൊക്കെ തോന്നി തുടങ്ങിയ സമയം. അപ്പോഴാണ് അവിടേക്ക് രാഘവൻ്റെയും നാരായണൻ്റെയും കടന്നുവരവ്. നാരായണൻ്റെ മകനാണ് താൻ പ്രാണനെ തുല്യം സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവ് എന്നറിഞ്ഞവൾ വല്ലാതെ തളർന്നു പോകുന്നു. ഒരു ചതിയിലൂടെ തനിക്ക് സമ്മാനിച്ച മകനെ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ അമ്മ വല്ലാതെ തളർന്നു പോകുന്നു. അസുഖം കൂടി അന്നവർ മരിക്കുന്നു. എന്നാൽ അമ്മയുടെ മരണത്തിന് കാരണക്കാരിയാണ് തൻ്റെ ഭാര്യയെന്നറിയുന്ന അനീഷ് അവളെ അടിക്കുന്നു. എല്ലാം മറന്ന് അച്ഛനെ തേടി പോകാൻ തൻ്റെ കൂടെ നിൽക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവൾക്കതിന് പറ്റില്ലെന്ന് തുറന്നു പറയുന്നു. അനീഷ് ഉണ്ണിയെ വിളിച്ചു വരുത്തി അവളെ അവൻ്റെ കൂടെ പറഞ്ഞയക്കുന്നു. എന്നാൽ അവളോ ഇപ്പോഴും തന്നെ മനസ്സിലാക്കി അവൻ തിരികെ വരുമെന്ന മനസ്സിൽ ഒരു പ്രതീക്ഷയോടെ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നു. ശരിയല്ലേ ദുർഗ? അതെ, അവൾ തല കുനിച്ചു പറഞ്ഞു. ഇത് നാരായണൻ്റെ ആൾ തന്നെയാ. ഞാൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുക. ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി പറ, ഇനിയും ഈ ഒളിച്ചുകളി വേണോ? തിരികെ നാട്ടിലേക്ക് ചെല്ലണ്ടേ? അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന അച്ഛനെയും ചേച്ചിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന അനുജത്തിമാരെയും അമ്മയെയും കാണണ്ടേ? അത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. എന്നാ നമുക്ക് പോയാലോ? മല്ലി കണ്ണുനീരോടെ ഒരു യാചനയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ദുർഗ ജീവനോടെ ഉണ്ടെന്ന് നാരായണൻ അറിഞ്ഞു കഴിഞ്ഞു. അനീഷിനെ അയാൾ മകനെ സ്വീകരിച്ചു. ഇനി ദുർഗയെ കൂടെ അവിടെ എത്തിക്കണം. സർ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വെറുതെ വിടണം. ഞാൻ ആർക്കും ഒരു ശല്യമുണ്ടാക്കാതെ ഇവിടെ കഴിഞ്ഞോളാം.
ആ, അതെങ്ങനെ നടക്കും ദുർഗ? എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നാരായണൻ നേരിട്ട് വന്ന് കൊണ്ടുപോകും. പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ലെന്ന് മാത്രം. ഇനി രക്ഷയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ വരാം, പക്ഷേ ഇവിടെയുള്ളവരോട് ഒന്ന് പറഞ്ഞിട്ട്. ശരി, ആയിക്കോ. ആരാ? പുറകിൽ നിന്നും ഉണ്ണിയുടെ ശബ്ദം കേട്ട് മല്ലിയെന്ന് തിരിഞ്ഞു നോക്കി. സർവ്വ നിയന്ത്രണവും വിട്ട് ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ ഉണ്ണിയുടെ നെഞ്ചിലേക്ക് വീണു. താനാണോ ഉണ്ണി? അതെ സർ, ഞാൻ ദുർഗയെ കൊണ്ടുപോകാൻ വന്നതാണ്. താനെന്ന് വരൂ. അയാൾ മുറ്റത്തേക്കിറങ്ങി, കൂടെ ഉണ്ണിയും. മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്ന പോലീസിനെയും ഉണ്ണിയെയും മല്ലി നിറ കണ്ണുകളോടെ നോക്കി നിന്നു. ഉണ്ണിയോട് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം പോലീസ് ജീപ്പിലേക്ക് കയറിപ്പോയി. മല്ലി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ആരാ ഉണ്ണിയേട്ട അയാൾ? എന്നെക്കുറിച്ച് അയാൾക്ക് എങ്ങനെ അറിയാം? അയാൾ നാട്ടിൽ നിന്ന് വന്നതാ. നിന്നെക്കുറിച്ച് അയാളോട് പറഞ്ഞത് അനീഷാണ്. അനീഷേട്ടനോ? അതെ, അവനിപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു നീ ജീവനോടെ ഉണ്ടെന്ന്. നിന്നെ കൊണ്ടുപോകാനാണ് അയാൾ വന്നത്. ഇനി എന്ത് ചെയ്യും ഉണ്ണിയേട്ടാ? എനിക്കും അറിയില്ല. 3 ദിവസത്തെ സമയം തന്നിട്ടുണ്ട് നിന്നെ അവിടെ ഹാജരാക്കാൻ. എനിക്ക് പേടിയാ ഉണ്ണിയേട്ടാ. എന്നാലും അവനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഉണ്ണിയേട്ടന് ഒന്ന് വിളിച്ചൂടെ? എന്തിനും? അവൻ അവൻ്റെ അച്ഛനെയും ഇട്ട് മൂടാൻ സ്വത്തുക്കളും എല്ലാം കിട്ടിയപ്പോൾ അവൻ നമ്മളെയൊക്കെ മറന്നു കാണും. ഇല്ല ഉണ്ണിയേട്ടാ, അനീഷേട്ടൻ പണം കണ്ടാലൊന്നും വീഴുന്ന ആളല്ല. അത് നീ കരുതുന്നതല്ലേ. നിനക്ക് അവനെ എത്ര ദിവസത്തെ പരിചയമുണ്ട്? മല്ലിയൊന്നും മിണ്ടാതെ തല കൊഞ്ചു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. നാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോ. അത്രയും പറഞ്ഞ ഉണ്ണി അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ അവനൊന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുനീരോടെ എന്തൊക്കെയോ ആലോചിച്ചു നിൽക്കുന്ന അവളെ ഒന്ന് നോക്കി. പാവം, ഇവളറിയുന്നില്ലല്ലോ എല്ലാം അവൻ്റെ പണിയാണെന്ന്. അനീഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് പോയി. പുറകെ വാല് പോലെ കിരണം. അനീഷ് ചേട്ടൻ അവിടെ നിന്ന് നിന്നേ. പെട്ടെന്ന് പുറകിൽ നിന്നുമുള്ള വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. എങ്ങനെയൊക്കെയോ വാരി ചുറ്റിയ സാരിയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സാന്ദ്രയെ കണ്ട് കിരൺ പൊട്ടിച്ചിരിച്ചു. എന്നെ പറഞ്ഞ് പറ്റിച്ചതാണല്ലേ? ഞാൻ സാരി എടുത്ത് വന്നാ എന്നെ കൊണ്ടുപോകാമെന്നല്ലേ പറഞ്ഞേ? അയ്യോ സോറി സാന്ദ്രേ, നീ മുകളിലേക്ക് പോയപ്പോഴാണ് കമ്പനിയിൽ നിന്നും അത്യാവശ്യം കോൾ വന്നത്. അതാ നിന്നെ വിളിക്കാതെ പോയത്. സത്യമാണോ? സാന്ദ്രയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അനീഷേട്ടനെ എനിക്ക് വിശ്വാസമാണ്. ദേ ഈ പൊട്ടൻ എനിക്ക് വിശ്വാസമില്ല, അവൾ കിരണനെ നോക്കി പറഞ്ഞു. പൊട്ടൻ നിന്റെ മറ്റവൻ. കിരണേ വേണ്ട. സാന്ദ്ര പോയി ഇതൊക്കെ ഒന്ന് മാറ്റും. അവൾ നാണത്തോടെ മുഖം കുലുക്കി. അനീഷ് മുകളിലേക്ക് കയറി നേരെ നാരായണൻ്റെ റൂമിലേക്ക് കയറി. ആ, നീ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അനീഷ് ഒന്നും മിണ്ടാതെ കസേരയിലേക്ക് ഇരുന്നു. എന്താ മോനെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അച്ഛൻ മനഃപൂർവ്വം എന്നെ കളിയാക്കാൻ വേണ്ടി അങ്ങോട്ട് വിട്ടതാണോ? അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുക അച്ഛാ. ഒരവകാശവും ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ എന്തിനു നിൽക്കണം? നീ എന്താ അനീഷ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കിവിടെ എന്ത് അവകാശമാണുള്ളത്? നാരായണൻ്റെ മകൻ എന്നല്ലാതെ. കമ്പനിയിൽ ചെന്നപ്പോൾ എല്ലാവരും അച്ഛൻ പറയുന്നതേ കേൾക്കൂ. ഇന്ന് വന്ന മകന് എന്ത് അവകാശം എന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മടുത്തു. ഏതെങ്കിലും പേപ്പറിൽ ഒപ്പ് വയ്ക്കണമെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുവരണം. എനിക്കൊരവകാശവും ഇല്ലല്ലോ. എന്നെ എന്തിനാച്ചാ ഇതിലേക്ക് വലിച്ചിട്ടത്? എനിക്ക് എൻ്റെ ആംബുലൻസ് തന്നെയാണ് നല്ലത്. ഞാൻ നാളെ തിരിച്ചു പോകുക. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അനീഷ് അത്രയും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. എടാ ഒന്ന് നിൽക്ക്, ഞാൻ പറഞ്ഞോട്ടെ. അവനത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. അനീഷ് ചെല്ലുമ്പോൾ കിരൺ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അല്ല നീ ഇതെങ്ങോട്ടാ? തുണിയൊക്കെ വാരിക്കെട്ടി. അല്ല അളിയനല്ലേ അച്ഛനോട് പറഞ്ഞ് ഇവിടെ മടുത്തു നാളെ തിരിച്ചു പോകുവാണെന്ന്. പെട്ടെന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി, ഇല്ലെങ്കിൽ ആ പൂതന നമ്മുടെ ചോറ് ഊറ്റി കുടിക്കും. എന്നാ ശരി, നീ നാളെ പൊയ്ക്കോ. അപ്പോൾ അളിയൻ വരുന്നില്ലേ? ഞാനെന്തിനു വരണം? കുറച്ചു മുന്നേ അളിയനല്ലേ പറഞ്ഞേ? അതോ ഞാൻ ഇനി സ്വപ്നം വല്ലതും കണ്ടതാണോ? ഞാൻ പറഞ്ഞു തന്നെയാ നീ കേട്ടത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് നാളെ മനസ്സിലാകും. ചേട്ടായി. പെട്ടെന്ന് വിളി കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ആഹാ, നീ ഇങ്ങ് വന്നോ? അമ്മ രാവിലെ വന്ന് ഇങ്ങോട്ട് വരാൻ എന്തോ ഒരു മടി പോലെ തോന്നി. ഞാൻ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ചേട്ടായിയെ പറ്റി. അപ്പം മുതൽ കാണണമെന്ന് കരുതിയതാ. ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അച്ഛനെപ്പോലെയാണോ മകനുമെന്നല്ലേ? തുളസി അതേ എന്നർത്ഥത്തിൽ തലയാട്ടി. ഇപ്പം പേടി മാറിയോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നാണ് ഈ വീടിനകം കാണുന്നത് പോലും. എൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാ ചേട്ടായി. ഭാഗ്യമില്ലാതായി പോയി. സാറില്ല മോളെ, ഇനിയെന്നും നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. എന്താ? അതിന് ചേട്ടയുടെ അച്ഛൻ സമ്മതിക്കില്ലല്ലോ. അപ്പം പിന്നെ എന്ത് ധൈര്യത്തിലാ പെണ്ണേ നീ ഇങ്ങോട്ട് വന്നത്? കിരൺ ചോദിച്ചു. അമ്മ പറഞ്ഞു ചേട്ടയുടെ അച്ഛൻ കിടപ്പിലാണെന്ന്. ഇനി അയാൾ എണീക്കില്ല മോളെ. എണീക്കാൻ ഞാൻ സമ്മതിക്കില്ല.
പിന്നെ മോളിങ്ങി വന്നേ. തുളസി വാതിലക്കൽ നിന്ന് പേടിയുടെ അനീഷിൻ്റെ അടുത്തേക്ക് ചെന്നു. ഉണ്ണിയെ കാണണ്ടേ? തുളസിയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി. അല്ല ചേട്ടായി എങ്ങനെ? അതൊക്കെ അറിയാം. ഇല്ല ചേട്ടായി, ഇനി എന്നെ കാണാൻ ഉണ്ണിയേട്ടൻ വരില്ല. പോയിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചത് പോലും ഇല്ല. പ്രതീക്ഷ കൈവിടണ്ട. താമസിയാതെ നിൻ്റെ ഉണ്ണിയേട്ടൻ വരും, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. തുളസിയുടെ മുഖം വിടർന്നു. സത്യാണോ? അതെടി, നിൻ്റെ ഉണ്ണിയേട്ടൻ ഉടനെ വരും. ചേട്ടായിക്ക് ഉണ്ണിയേട്ടനെ അറിയോ? അറിയാം. തുളസിയുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. ഞാൻ താഴേക്ക് പോവാ ചേട്ടായി. അമ്മയുടെ ചായ എടുക്കാൻ പറയാം. അവൾ സന്തോഷത്തോടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ പൊന്നാളിയ, സമ്മതിച്ചു. എന്നാലും ആളിയൻ എങ്ങനെ മനസ്സിലാക്കി ഉണ്ണിയും ഈ പെണ്ണും തമ്മിൽ സ്നേഹത്തിലാണെന്ന്? ഒന്ന് നമ്പർ ഇട്ട് നോക്കിയതാ. ചെറിയൊരു സംശയമുണ്ടായിരുന്നു, ഇപ്പോൾ ഉറപ്പായി. അനീഷ് കിരണിൻ്റെ തലയിൽ നിന്ന് കൊട്ടി ബാത്റൂമിലേക്ക് കയറി. ഡി. തുളസി താഴേക്കുള്ള പടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വിളിക്കേണ്ടത്. അവൾ ഞെട്ടിയെന്ന് തിരിഞ്ഞു നോക്കി. ഈശ്വര, ഇതേത് അവതാരം? ഇങ്ങനെ ഒരാളെക്കുറിച്ച് അമ്മ പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു അവിടെ? എവിടെ? തുളസി ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. അനീഷേട്ടൻ്റെ മുറിയിൽ നിനക്ക് എന്താ കാര്യമെന്ന്? അത് എൻ്റെ ചേട്ടായിയാണ്. ഏത് വകയിൽ അനീഷേട്ടൻ നിന്റെ ചേട്ടായി ആയത്? നിന്റെ അമ്മ നിനക്ക് മുന്നേ പെറ്റതാണോ? ഒരാളെ സഹോദരനായി കാണാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് വരണമെന്ന് നിർബന്ധമില്ല, കർമ്മഫലം കൊണ്ടാവാലോ. ഓ, നീ ഭയങ്കര ഫിലോസഫിയാണല്ലോ. ഇനി മേലാൽ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത് കേട്ടല്ലോ. സാന്ദ്ര ഒരു പകയോടെ പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ എവിടെയും എല്ലായിടത്തും കാണും. ഇതേ എൻ്റെ വീടാ, എൻ്റെ സ്വന്തം. തുളസിയും അതേ പകയോടെ പറഞ്ഞു. നീ അധികം നാൾ ഇതിനകത്ത് വാടില്ല, നോക്കിക്കോ. ഒന്ന് പോടി. തുളസി വേഗം പടികളിറങ്ങി താഴേക്ക് പോയി. ഇവളെ എങ്ങനെയും ഇതിനകത്തു നിന്നും പുറത്താക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ അനീഷേട്ടനെ ചിലപ്പോൾ ഇവൾ സഹോദരനെ പോലെ എന്നൊക്കെ ആദ്യം പറയും. സാന്ദ്ര ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് വാതിലക്കിൽ നിൽക്കുന്ന അനീഷിനെ സാന്ദ്ര കണ്ടില്ല. അമ്മേ, അമ്മേ, എന്തിനാ പെണ്ണേ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നേ? തിളയ്ക്കുന്ന ചായയിലേക്ക് തേയിലപ്പൊടി ഇടുന്നതിനിടയിൽ ഗീത തുളസിയെ നോക്കി ചോദിച്ചു. അല്ല, മുകളിൽ പുതിയൊരു അവതാരത്തിനെ കണ്ടല്ലോ, അതാരാ? ഓ, അതോ രാഘവൻ സാറിൻ്റെ മോളാ. ചുമ്മാതല്ല, അതിനൊരു എല്ല് കൂടുതൽ അല്ലേ? എൻ്റെ പൊന്നു മോളെ, അതിനോട് കൂടുതൽ വഴക്കിനൊന്നും പോവല്ലേ. ഏത് നേരവും ആ കുട്ടി അനീഷിന് പുറകിലാ. എന്തോ ഉദ്ദേശത്തോടെയാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. നാരായണനെ വീണിട്ടുള്ളൂ, രാഘവൻ ഇപ്പോഴും ഉണ്ട്, മറക്കണ്ട. പിന്നെ ആ കുഞ്ഞിൻ്റെ ബലത്തിലാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എൻ്റെ ചേട്ടായി പാവാമേ. ചേട്ടയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, എനിക്കും അങ്ങനെ തോന്നി മോളെ. പക്ഷെ ആ പെണ്ണ് ആ കൊച്ചിനെ വിടാതെ പിടിച്ചിരിക്കുക. എൻ്റെ പൊന്നമ്മേ, ആ പെണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എൻ്റെ ചേട്ടായി ആരാ മോൻ? നോക്കിക്കോ, അവളെ ഇവിടുന്ന് അടിച്ചിറക്കും. അല്ല, രണ്ടുപേരും ഭയങ്കര ചർച്ചയിലാണല്ലോ. ആഹാ, നിങ്ങളിങ്ങി വന്നോ? ചായ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ മക്കളെ. അതിനെന്താ ഗീതമേ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അനീഷ് ഗീതയെ ചേർത്ത് പിടിച്ചു. അയ്യോ, അങ്ങനെയല്ല മോനെ. എന്നാലും ഒരെന്നാലും ഇല്ല. എനിക്ക് നല്ല വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും വേണം. നല്ല കപ്പ പുഴുങ്ങി ഇരിപ്പുണ്ട് മോനെ, എടുക്കട്ടെ? അതെന്ത് ചോദ്യാ ഗീതമ്മേ? ഗീത 2 പാത്രത്തിലെ കപ്പയെടുത്ത് അനീഷിനും കിരണിനും കൊടുത്തു. ഗീതമ്മ, ഞാൻ തന്നെ മരുന്നെല്ലാം അച്ഛന് കൃത്യമായി കൊടുക്കുന്നുണ്ടല്ലോ. കഴിക്കുന്നതിനിടയിൽ അവൻ ഗീതയോട് ചോദിച്ചു. ഉണ്ട് മോനെ, മോൻ പറഞ്ഞ അളവിൽ കൃത്യസമയത്തിനെ കൊടുക്കുന്നുണ്ട്. അതെന്ത് മരുന്നാളിയാ? എടാ പൊട്ടാ, അന്ന് ആ വൈദ്യം തന്നില്ലേ, ആ മരുന്നാണ്. അത് ഞാൻ ഗീതമ്മയുടെ കയ്യിലാണ് കൊടുത്തത്. ഓ അങ്ങനെ. എടി കാന്താരി, നീ കഴിക്കുന്നില്ലേ? കിരൺ തുളസിയെ നോക്കി ചോദിച്ചു. ഞാൻ കഴിച്ചായിരുന്നു ഏട്ടാ. ചേട്ടായി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അത് ആ മറ്റേ പെണ്ണിലെ, അവൾ ചേട്ടായിക്ക് ചേരില്ല. അതാണോ മോളെ? എൻ്റെ കല്യാണം എന്നേ കഴിഞ്ഞു. ആണോ? സത്യം? അതെ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായി. അപ്പോൾ ചേച്ചി എന്താ കൊണ്ടുവരാത്തെ? ഉടനെ വരും, ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ. ആണോ? തുളസി സന്തോഷത്തോട് ചോദിച്ചു. ഇതെന്താ മോനെ നേരത്തെ പറയാനേ? അതിനെല്ലാം അതിൻ്റെതായ സമയമുണ്ടല്ലോ. പിന്നെ എൻ്റെ ഭാര്യ ഗീതമ്മയ്ക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിരിക്കും. അവൾ വരുമ്പോൾ മനസ്സ് നിറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്നും എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും മോനെ. ഓ, ഇപ്പോഴൊന്ന് സമാധാനമായേ. അവളുടെ ഒരു ഗമ. തുളസി ഒരു ആശ്വാസത്തോടെ പറഞ്ഞു. 2 മുടക്കിയ ലക്ഷണമുണ്ടല്ലോ അളിയാ. അവനതിന് മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. 2 പേരും വേഗം കഴിച്ച് മുകളിലേക്ക് പോയി. നീ റൂമിലേക്ക് പോയോ, ഞാൻ അയാളെ ഒന്ന് കണ്ടിട്ട് വരാം. അനീഷ് നേരെ നാരായണൻ്റെ മുറിയിലേക്ക് കയറി. കട്ടിലിൽ കണ്ണടച്ച് കിടക്കുമായിരുന്ന അയാൾ കാൽപെരുമാറ്റം കേട്ടതും കണ്ണ് തുറന്ന് നോക്കി. ആ, നീ വന്നോ? മോനെ, ഞാൻ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ എല്ലാം അവകാശവും നിനക്കായിരിക്കും, ഈ വീടുൾപ്പെടെ. എനിക്ക് എന്താണെന്ന് അറിയില്ല മോനെ. തീരെ വയ്യാക പോലെ, ശരീരമാകെ തളരുന്ന പോലെ. ഏയ്, അച്ഛനൊന്നുമില്ല, അത് വീണതിൻ്റെയാണ്. 2 ദിവസം കഴിയുമ്പോൾ ശരിയാകും.
ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്. ഞാൻ അപ്പുറത്തുണ്ടാകും. ചെല്ലു മോനെ. അനീഷ് ഒന്ന് പുറത്തേക്കിറങ്ങി മനസ്സിൽ തോന്നിയ സന്തോഷം മുഖത്ത് ചിരിയായി വിരിഞ്ഞു. അല്ല, ആളി എന്തിനാ ചിരിക്കണേ? ചിരിയോടെ റൂമിലേക്ക് കയറിയ അനീഷിനെ കണ്ടതും കിരൺ സംശയത്തോടെ ചോദിച്ചു. അയാളിനി എണീക്കല്ലടാ. ആരുടെ കാര്യം ആളിയാ? വേറെ ആരുടെ? എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ പന്ന കാര്യം തന്നെ. അന്ന് ആ വൈദ്യം വന്നിട്ട് പോയില്ലേ, അതിനുശേഷം അയാളെ ഞാൻ പ്രത്യേകം കണ്ടിരുന്നു. അയാളെ ആർക്കും ഇഷ്ടമില്ലടാ. എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ആ വൈദ്യൻ കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ടൊരു മരുന്നെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. ആ മരുന്ന് ഉള്ളിലേക്ക് ചെന്നാൽ പതിയെ പതിയെ ശരീരം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാകും. പെട്ടെന്നൊന്നും അയാളെ ഞാൻ കൊല്ലില്ല. എല്ലാത്തിനും കണക്ക് ചോദിച്ചിട്ടേ വിടൂ. അളിയൻ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നോ? ഒന്നുമില്ലെങ്കിലും അളിയൻ്റെ അച്ഛനല്ലേ അയാൾ. എല്ലാം ക്ഷമിച്ചൂടെ? കിരൺ സങ്കടത്തോടെ പറഞ്ഞു. എടാ കിരണേ, നിനക്ക് എന്താടാ പറ്റിയത്? അയാളെ കൊല്ലാൻ നിന്നത് നീ ആയിരുന്നല്ലോ. ഇപ്പോൾ നിനക്കെന്താ ഒരു മനംമാറ്റം? അനീഷ് അത്ഭുതത്തോടെ അവനെ നോക്കി.